നിങ്ങൾ ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലേ? നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാനിഫെസ്റ്റേഷൻ നടത്തുവാനായിട്ടുള്ള ഒരു വളരെ എളുപ്പ വഴി, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്കിന്ന് നിങ്ങളോട് പങ്കുവെച്ച് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് നടക്കണമെങ്കിൽ, നിങ്ങൾ റെഡിയാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ യെസ് എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്കുള്ള വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ മാനിഫെസ്റ്റേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത സ്വഭാവമാണ് നിങ്ങളുടെ ബ്രെയിനുള്ളത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ബ്രെയിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടത്തുവാൻ പ്രാപ്തമായ രീതിയിലേക്ക് നിങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ നിരന്തരം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരികയുള്ളൂ. അതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. അതിനായിട്ട് നിങ്ങളുടെ ഒരാഗ്രഹം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നടക്കേണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹം, അല്ലെങ്കിൽ അടുത്ത മാസം നടക്കേണ്ട, ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കേണ്ട ഒരാഗ്രഹം നിങ്ങളുടെ ഒരു നോട്ട്ബുക്കും പേനയും എടുത്തിട്ട് ആ ബുക്കിൽ നിങ്ങൾ എഴുതുക. എങ്ങനെ എഴുതണം? നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ്, ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുൻപ്, നിങ്ങൾ മൊബൈലൊക്കെ നോക്കിയിരിക്കുമ്പോഴല്ല, ഉറങ്ങാൻ ബെഡിലിരുന്നുകൊണ്ട് അടുത്ത നിമിഷം നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങളത് എഴുതുക. ഇത് എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടത് എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് ബാധ്യതകളുടെ കാര്യമാവാം, മറ്റ് പല പല കാര്യങ്ങളാവാം. അപ്പോൾ ബാധ്യതകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾമോസ്റ്റ് ആളുകൾക്കും ബാധ്യതയാണ്, അല്ലെങ്കിൽ പണം ആണ് ആവശ്യമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് അത് തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. പണമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വിചാരിക്കുക. ഉദാഹരണം പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 5 ലക്ഷം രൂപ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനത് മനസ്സിലാവില്ല. അതിന് പകരം നിങ്ങൾ ഈ 5 ലക്ഷം രൂപ എനിക്ക് ലഭിച്ച് കഴിഞ്ഞതിന് നന്ദി എന്ന് എഴുതുക. ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങളത് ഒരു 11 തവണ നിങ്ങൾ എഴുതുക. 11 തവണ നിങ്ങൾ ബുക്കിലേക്ക് എഴുതുക. എപ്പോഴാണ് എഴുതേണ്ടത്? നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള സമയത്ത് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഈ എമൗണ്ട് നിങ്ങൾക്ക് ലഭിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും നിങ്ങൾ ഫീൽ ചെയ്യണം. ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതുക. 11 തവണ നിങ്ങൾ എഴുതുക. ഓക്കെ, തുടർച്ചയായിട്ട് 11 തവണ എഴുതിയിട്ട് നിങ്ങളതൊന്ന് സ്വസ്ഥമായിട്ട് വായിക്കുക. തുടർച്ചയായിട്ട് ഓരോ വരികളും നിങ്ങൾ വായിക്കുക. എഴുതി തന്നെ 11 തവണ നിങ്ങൾ വായിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ തലയുടെ അടുത്ത് നിങ്ങളത് വെക്കുക, ആ ബുക്ക് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഉറങ്ങുക. വേറൊരു ചിന്തയും നിങ്ങൾക്ക് പാടില്ല. അതിനുശേഷം നിങ്ങൾ വീണ്ടും മൊബൈൽ എടുത്ത് നോക്കാനോ ഇതൊന്നും പാടില്ല. ഇത് നിങ്ങളുടെ രാത്രി നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് രാവിലെ ആകുമ്പോഴേക്കും 5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ അപ്പം തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വരും എന്നല്ല അതിൻ്റെ അർത്ഥം വരുന്നത്. അതിന് വേണ്ട ആ പണം നിങ്ങളിലേക്ക് വരുവാൻ വേണ്ട വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്കൊരു ജോലിയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലോട്ടറി എടുക്കണമെന്നുള്ള തോന്നലാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന പണം നിങ്ങൾക്ക് കടം കൊടുത്തിട്ട് കിട്ടാതിരുന്ന എമൗണ്ട് ആവാം. ഇങ്ങനെ പല സാഹചര്യങ്ങളാവാം. അതെല്ലാം നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള വഴികൾ തുറന്നു കിട്ടും. അതിന് വേണ്ടുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അടുപ്പിച്ച് തരും എന്നുള്ളതാണ്. ഇതാണ് അതിനകത്ത് പ്രവർത്തിക്കുന്ന ടെക്നിക്ക്. അല്ലാതെ മുകളിൽ നിന്ന് പെയ്തിറങ്ങുന്ന ഒന്നുമല്ല അവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് അസാധ്യമായിട്ടൊന്നുമില്ല. അത് അൺലിമിറ്റഡ് പവർ സോഴ്സാണ്. ഇത് പല യൂണിവേഴ്സിറ്റിയിലും, ലോകത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലും എല്ലാം ഒരുപാട് പഠന വിധേയമാക്കി തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു അന്ധവിശ്വാസം പറയുന്നതല്ല. ഇത് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഇന്നും എൻ്റെ ഓരോ സക്സസ്സിലേക്കും ഞാൻ മുന്നോട്ട് പോകുന്നത് ഇത് നിത്യവും പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് കൊണ്ടാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമാണ് ഇത് നിങ്ങളിൽ വർക്ക് ചെയ്യുള്ളൂ. ഇത് വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് അത് വർക്ക് ചെയ്യില്ല. അങ്ങനെയുള്ളവരൊക്കെ പലപ്പോഴും നെഗറ്റീവ് കമൻ്റൊക്കെ വന്നിടുന്ന കാണാം. അവരെ സംബന്ധിച്ചിട്ട് അവരെ കുറ്റം പറയുന്നതല്ല, അവരതിൽ വിശ്വസിക്കുന്നില്ല.
നിങ്ങൾ എന്ത് കാര്യവും നിങ്ങൾ ലോകത്തുള്ള ഏറ്റവും വലിയ ഒരു മരുന്ന് ഒരു രോഗാവസ്ഥയ്ക്ക് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് വിചാരിക്കുക. ആ മരുന്നിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ മനസ്സ് അതിന് തടസ്സമായിട്ട് നിൽക്കും, അത് പ്രവർത്തിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 11 തവണ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇങ്ങനെ എഴുതേണ്ടത് 21 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ എഴുതണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചിലപ്പോൾ അടുത്ത ദിവസം നടന്നേക്കാം, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നടന്നേക്കാം. എപ്പോൾ നടക്കുമെന്നുള്ളത് മുൻകൂട്ടി നമുക്ക് പറയാൻ കഴിയില്ല. 100% നടന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകളിൽ ഒന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് വാസ്തവത്തിൽ നടക്കാതിരിക്കുന്നതിന് കാരണം അത് നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ വരുമ്പോഴാണ്. ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു രോഗാവസ്ഥയ്ക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള ഏറ്റവും കോടികൾ മുടക്കിയിട്ടുള്ളൊരു മരുന്നാണെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്കത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. കാരണം ഇത് ലോകമെമ്പാടും വളരെ പവർഫുള്ളായിട്ട് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടെക്നിക്കുകളിൽ ഒന്നാണ് ഞാൻ ഈ തരുന്ന ഈ ഒരു ടെക്നിക്ക്. ധൈര്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇനിയും ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ, നെഗറ്റീവ് ബ്ലോക്കുകൾ, ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉണങ്ങാതെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ അപ്പോൾ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹീൽ ചെയ്യാത്ത ഒരു എനർജി നിങ്ങളിലുണ്ടെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങളുടെ ബ്ലോക്കുകൾ 100% മാറ്റുവാനുള്ള സൊല്യൂഷൻ ഉണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും പരാജയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, പലരാലും അപമാനിക്കപ്പെട്ട് ചവിട്ടി താഴ്ത്തി ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളിലുള്ള ഒരുപാട് മുറിവുകളുണ്ടാവും. ഇതിനെ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യുകയും നിങ്ങളുടെ നെഗറ്റീവ് ബ്ലോക്കുകളെ പൂർണ്ണമായിട്ട് മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ്സിലേക്ക് എത്തുവാൻ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒപ്പമുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ വന്നിട്ടുള്ള അനേക ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതത്തിൽ ഈ ബ്ലോക്കുകളെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവർ എന്തുമാത്രം വിജയത്തിലേക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് അറിയുവാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ചെയ്യുക. ഞാനുമായിട്ട് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ എല്ലാ ബ്ലോക്കുകളെയും കണ്ടെത്തി 100% പരിഹരിക്കാനും ഞാൻ ഒപ്പം നിന്ന് നിങ്ങളെ സഹായിക്കുവാനും തയ്യാറാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ